കാണുന്നില്ലേ ഇത്? മിസ് എനിക്ക് കാണാനുണ്ട്. എന്റെ മൈക്ക് എന്തോ ഓൺ ആ ആയിരുന്നില്ല. ആ ശരി, കുഴപ്പമില്ല. ഓക്കെ. സോ നമ്മളിത് ജസ്റ്റ് നമുക്ക് വേഗം പറയാം കേട്ടോ. ഞാൻ ഇതിന്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരാത്തവർക്ക് അത് അയച്ചു കൊടുക്കും ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അമലിന് കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വായിച്ചേ. കമ്പ്യൂട്ടർ ആക്സിയൽ ഓക്കെ, സ്റ്റിഫ്നെസ്. മതി കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടർ ആക്സിയൽ സ്റ്റിഫ്നെസ് ആണ്. ദർ ഇസ് എൻ റോഡ് ഹാങ്ങിങ് ഫ്രം എ ഫിക്സിറ്റി and its length is 2 meter and its diameter is 100 mm and modulus velocity equal to 206 kilonewton per mm square, that is given. ഇത്രയാണ് തന്നിരിക്കുന്നത്. Now we know for a road for such condition axial stiffness equation you know K equal to AE by L ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ AE by L ആണ്, സ്റ്റിഫ്നെസ് ആണ് ക്വസ്റ്റ്യൻ. ആക്സിയൽ സ്റ്റിഫ്നെസ് K ഈക്വൽ ടു, കാരണം പുള്ള് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ടെൻസൈൽ പുള്ളാണ് വന്നിരിക്കുന്നത്. സോ കറസ്പോണ്ടിങ് ആക്സിയൽ സ്റ്റിഫ്നെസ് തന്നെയാണ് വരിക. K ഈക്വൽ ടു AE by L ആണ് വരിക അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോഡ്, കോളം, സ്ട്രട്ട് ഇങ്ങനെയുള്ള മെമ്പേഴ്സിനൊക്കെ യൂഷ്വലി ആക്സിയൽ സ്റ്റിഫ്നെസ് വിൽ ബി പ്രിഡോമിനേറ്റിംഗ്. സോ K ഈക്വൽ ടു AE by L ആണ് ഇക്വേഷൻ. ഒന്ന് പറഞ്ഞേ, ഇതൊന്ന് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടായിരുന്നു, അനുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡയമീറ്റർ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സോ ഏരിയ എന്ന് പറയുമ്പോൾ π/4 d സ്ക്വയർ വരും അല്ലേ? π/4 into 100 സ്ക്വയർ, ദാറ്റ് ഈസ് mm സ്ക്വയറിലാണ് അത് വരിക. ഇനി ഇൻറ്റു ഇ എന്ന് പറയുന്നത് മോഡുലസ് വെലോസിറ്റി 206 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ അത് യൂണിറ്റ് അതുപോലെ എഴുതിയിട്ട് പോയിക്കോളൂ, കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ ലെങ്ത് എത്ര വരും? 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെന്റിമീറ്റർ ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2000 mm, കാരണം എല്ലാം mm-ലാണ്. സോ 2000 ആക്കുക അല്ലേ? അപ്പൊ mm സ്ക്വയർ ഉണ്ട് ഇവിടെ മുകളിൽ, താഴെ ഒരു mm ഉണ്ട്. അപ്പൊ ഒരു മുകളിൽ mm വരും. mm ഇൻറ്റു കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ വരും. അപ്പൊ mm കട്ടാവും അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഒരു mm വരും, മുകളിൽ ഒരു mm വരും. ഈ സാധനത്തിന്റെ കൂടെ mm ഇൻറ്റു കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ mm സ്ക്വയർ ഇസ് കട്ട്. സോ ആൻസർ വിൽ ബി കിലോ ന്യൂട്ടൺ പെർ mm. അമലിന് ഈ ആൻസർ കിട്ടിയോന്നൊന്ന് പറയൂ. ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റ്. ശരി ശരി. AE by L ഇക്വേഷൻ പഠിക്കണം. ഇത് കറക്റ്റ് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അപ്പൊ സ്റ്റിഫ്നെസിന്റെ യൂണിറ്റ് എപ്പോഴും ഫോഴ്സ് പെർ ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്. പക്ഷെ ഈ ഇവിടെ ഇങ്ങനെ തന്നതുകൊണ്ട് നമുക്ക് കിലോ ന്യൂട്ടൺ പെർ mm എക്സ്പ്രസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഓക്കെ ആയി. ഇതിനിപ്പോ ക്ലാസ്സിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും പക്ഷെ അങ്ങനെ വരില്ല, കാരണം ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ചിലപ്പോൾ ഇത് ഡയറക്റ്റ് തരും ചെയ്യും, അവര് സ്റ്റിഫ്നെസ് ഡയറക്റ്റ് തരും ചെയ്യും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? എ ബീം, കാൻലിവർ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി എൻഡ്. സോ ഇറ്റ്സ് ഇഫ് പി ഇസ് ദ ഡിഫ്ലക്ഷൻ PL ക്യൂബ് ബൈ 3I ആണ് വരിക. എഫ് ആണെങ്കിൽ FL ക്യൂബ് ബൈ 3I ആണ് വരിക. W ആണെങ്കിൽ WL ക്യൂബ് ബൈ 3I. അതൊക്കെയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ, നമുക്കറിയാം. സോ എന്താണ് എഫ്? ഇവിടെ എഫ് ആണ് അപ്ലൈ ചെയ്തത്. F ബൈ FL ക്യൂബ് ബൈ 3I എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ആക്സിയൽ, ഇവിടെ ആക്സിയൽ അല്ല, ലാറ്ററൽ സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ബീമിലും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബീമിലും അങ്ങനത്തെ മെമ്പേഴ്സിലൊക്കെ, കോളത്തിലൊക്കെ അങ്ങനെ നമ്മൾ ലാറ്ററൽ സ്റ്റിഫ്നെസ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ K എന്ന് പറയുന്നത് 3I ബൈ L ക്യൂബ് ആണ്, നമുക്കറിയാം അല്ലേ? അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രോബ്ലം നോക്കുമ്പോൾ എങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ അഗെയിൻ ഒരു സ്റ്റീൽ ബോഡിയാണ്. 206 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് അതിന്റെ മോഡുലസ് വെലോസിറ്റി. ഇത് ഇവിടെ തെറ്റിയതാണ് കേട്ടോ. ഇത് ഇവിടെ ഇല്ല, K തന്നിട്ടില്ല, K ഇല്ല കേട്ടോ. അത് ഞാൻ മായ്ക്കാം, ഇവിടെ ഇതില്ല. പിന്നെ അതിന്റെ ലെങ്ത് 500 നിന്ന് മാർക്ക് ചെയ്യണമായിരുന്നു. അത് ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ട. ലെങ്ത് ഇതാണ് ലെങ്ത്. ലെങ്ത് എത്രയാണ്? 0.5 മീറ്റർ. ഓക്കെ. തിക്നെസ് എന്ന് പറയുന്നത് 3 mm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് ഇത് ഇല്ല കേട്ടോ, കെ വാല്യൂ ഇല്ല. കെ വാല്യൂ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ലാറ്ററൽ സ്റ്റിഫ്നെസ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ നമുക്കറിയാം ഇവിടെ എന്താ ഇക്വേഷൻ, ഇതല്ല ഇക്വേഷൻ, 3i/L³ അല്ലേ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് 3 × 206 kN/m² ഇൻറ്റു ഐ എന്ന് പറയുന്നത്. മറ്റേതിൽ ഐ ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മുടെ ഇതിൽ ഐയുടെ പാരാമീറ്റർ ഇല്ലായിരുന്നു. നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഐ എന്ന് പറയുന്ന സംഭവം വന്നത് അല്ലെ. അപ്പൊ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോഡ്, ഇവിടെ ഒരു ലോഡ് ഉണ്ട് കേട്ടോ, ഇവിടെ എൻഡിൽ ഒരു ലോഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ആഡ് ചെയ്യുമ്പോൾ അതും കൂടി ജസ്റ്റ് ആഡ് ചെയ്തിട്ട് തരാം കേട്ടോ. ഇവിടെ ലോഡ് ഉണ്ട്, ലോഡ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഡിഫ്ലക്ഷൻ വരുള്ളൂ. ഇവിടെ ഒരു ലോഡ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ലോഡ് ഇവിടെ വരുന്നുണ്ട്, കട്ടായി പോയതാണ്. ഞാനത് ആഡ് ചെയ്യാം കേട്ടോ, നോട്ടിൽ ആഡ് ചെയ്യാം. അപ്പൊ അത് അപ്പൊ എന്താ ഈ 3 × 206 ഇൻറ്റു BD³/12 അല്ലേ, BD³/12 എന്നാണ് ഇക്വേഷൻ, ഐയുടെ ഇക്വേഷൻ BD³/12. അപ്പോ 0.5 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര mm ആണ് വരിക? അനു എന്ന് പറഞ്ഞേ, 0.5 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര mm വരും? 500 mm. അപ്പൊ 0.5 ഇൻറ്റു 100 ഇൻറ്റു അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10 വരും അല്ലേ. ഓക്കെ, 500 ബി. ഓക്കെ, ഇവിടെ ഇതിലേക്ക് ഒരു അപാകതയുണ്ട്. ഇത് എൽ ഇതാണ്, അപ്പൊ 500, ആ 500 ആണ് കേട്ടോ ഇവിടെ. ഈ 500 എൽ എന്ന് പറയുന്ന 500 ആണ് ഇവിടെ 500³ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യന്റെ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതാണ് ഉണ്ടായത്. ഈ എല്ല് 500 ആണ്. ഈ എല്ല് എങ്ങനെ വന്നത് കണ്ട, 0.5 മീറ്റർ എന്ന് പറയുന്ന എല്ലാണ്. ഇത് എന്ന് പറയുന്നത് 3 mm എന്ന് പറയുന്നത് ഇതാണ് തിക്നെസ് ആണ് ഡി. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലെങ്ത് വേണ്ടത് ഇത്, ഈ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ഇത് കാണുന്നില്ലേ, ഇത് അവര് 50 mm എന്ന് തന്നിട്ടുണ്ട്. അത് ഈ ക്വസ്റ്റ്യനിൽ ഞാനത് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, കണ്ട ഇത് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് കണ്ട, ഇത് ബി എന്ന് പറയുന്നത് 50 ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് എഴുതി വെക്കണം. 50 mm ആണ്. ഇതാണ് 3 mm. അപ്പൊ ബി എത്രയാണ്? ബി ഈസ് 50 ഇൻറ്റു 3³ ഡിവൈഡഡ് ബൈ 12, BD³/12 ഹോൾ ഡിവൈഡഡ് ബൈ 500³. അപ്പൊ ഈ ഉത്തരം കിട്ടിയില്ലേ നോക്കൂ. ഇതിൽ ഇതൊക്കെ ഒരു അൺനെസസറി ആയി പോയി. കെ നമുക്കത് ഒന്ന് മാറ്റാം. ഇതും 50 mm ആണ് കേട്ടോ. 50 mm ബ്രെഡ്ത്തും 3 mm തിക്നെസ്സും ഉള്ള ഒരു കാൻഡിലിവർ സ്ലാബ് ആണ് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുക. സൺഷെയ്ഡ് പോലത്തെ എന്തെങ്കിലും പോർഷൻ ആയിരിക്കാം. 3 mm തിക്നെസ് ആൻഡ് 50 mm ബ്രെഡ്ത്ത്, വിഡ്ത്ത്. ആൻഡ് ഇറ്റ്സ് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇതുവരെ ഉള്ളത് 0.5 മീറ്റർ ആണ്. ആൻഡ് ഇവിടെ ഒരു ലോഡും ഉണ്ട് കേട്ടോ. അവിടെ ലോഡ് എന്ന് പറയുന്നത് ഉണ്ട്. ലോഡ് വരുമ്പോഴാണല്ലോ നമുക്കത് സ്റ്റിഫ്നെസ് വരിക. 3i/L³ കിട്ടിയോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ അർജുന് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ ഇത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെക്കാട്ടെ. ഇവിടെ കുറച്ച് സാധനങ്ങൾ കട്ടായി പോയതായിരുന്നു, വെക്കാം. അപ്പൊ 3 ഇൻറ്റു ആരെങ്കിലും ജോയിൻ ചെയ്തോ? ഓക്കെ, ഷഹമ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ശരി. അപ്പൊ ഇതിൽ കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കിട്ടിയില്ലേ, kN/mm. ഈ ഡയമെൻഷൻ ഞാൻ മാർക്ക് ചെയ്യാം. 50 mm ഞാൻ മാർക്ക് ചെയ്ത് തരാം. അതും അതിൽ മിസ്സിംഗ് ആയിരുന്നു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. കിട്ടിയോ നോക്കൂ. 3 × 206, 3 ഇക്വേഷനിലുള്ളതാണ് ഈ 206 kN/mm² ഇൻറ്റു BD³/12 I. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ BD³/12. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേട്ടോ. I ഈക്വൽ ടു കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട് BD³/12. B ഈസ് 50 mm. അത് ഞാൻ മാർക്ക് ചെയ്ത് തരാം. 50 mm ഇവിടെ ഉണ്ട്. 50 ഇൻറ്റു വിട്ടുപോയതാണ് 3³
divided by 12, that is I, moment of inertia. അപ്പോൾ ഈ ടേം ആയി ഡിവൈഡഡ് ബൈ the span is 0.5 meter means millimeter wise എത്ര വരും 0.5 into 100 into 10. കിട്ടിയോ? അനുവിന് കിട്ടിയോ? കിട്ടി. അപ്പൊ നമ്മളത് കിലോ ന്യൂട്ടൺ പെർ എം എമ്മിലാണ്. പിന്നെ നമുക്ക് ന്യൂട്ടൺ പെർ എം എമ്മിലാക്കാം. അത് ഒരു ഓപ്ഷണൽ ആണ്, ചെയ്യാതെ കുഴപ്പമില്ല. അവിടെ കുറെ സീറോസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10�3 ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു 0.556 കിട്ടി. ക്ലിയർ അല്ലേ? ഈ രണ്ട് പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇത്ര തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അതിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഓരോന്നിലും നമുക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് എല്ലാത്തിലും വരിക. കണ്ടോ, ഇവിടെ ഐ വരുന്നുണ്ട്. ഐ വരുമ്പോൾ BD3/12 അത് വരും എന്നുള്ളത് മാത്രമാണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് പ്രോബ്ലംസിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഒരു കുഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിഫ്നെസ് അല്ലേ? നമ്മള് എന്താ പറഞ്ഞത്, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രോപ്പർട്ടി, ഡൈനാമിക് റെസ്പോൺസിനെ എങ്ങനെ നമുക്ക് ഫേവറബിൾ ആക്കാം, അതായത് റെസൊണൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ബിൽഡിങ്ങിന്റെ മാസിനെ ഒന്ന് ഓക്കെ ആക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നമുക്കറിയാം ഒമേഗ n = √k/m എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ എയിം എന്ന് പറയുന്നത് റെസൊണൻസ് വരാതിരിക്കാനായിട്ട് എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി അവേ ഫ്രം ദി നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. അതിൽ വരുന്ന പോസിബിൾ എക്സൈറ്റിംഗ് ഫ്രീക്വൻസിയുടെ കുറെ വരാം. എർത്ത് ക്വേക്കിന്റെ ഒക്കെ വേവ് ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ വരിക, ഫ്രീക്വൻസീസ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പീരീഡ്സിലും ഇങ്ങനെ മാറി മാറി വരാം. അപ്പൊ ഏതൊരു ടൈം പീരീഡ് എടുത്താലും അതിലത്തെ ഏതെങ്കിലും ഫ്രീക്വൻസി നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് മെർജ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എർത്ത് ക്വേക്കിലെല്ലാം യൂണിഫോം അല്ലല്ലോ, അതിന്റെ ആ ഒരു സൈക്കിൾസ് അതൊക്കെ വേരിയേഷൻസ് ഒക്കെ അങ്ങനെ വരും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ നാച്ചുറൽ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി അവേ ഫ്രം ദി നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ അങ്ങനെ റെസൊണൻസ് വരരുത്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ മാസിനെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ മാസിനെ നമ്മൾ ഫ്ലോർ വൈസോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബ്ലോക്ക് വർക്കിലോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ മാസിനെ നമ്മൾ ഇതാക്കണം. മനസ്സിലായോ? അപ്പൊ ഒമേഗ = √k/m മാസിനെ നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ഒമേഗ n-നെ നമുക്കൊന്ന് റെമഡിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമ്മുടെ ഒമേഗ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി അത് വിഭിന്നമായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പൊ മാസിനെ നമുക്ക് ഓപ്പണിങ്സോ, ഡോർ ഓപ്പണിങ്സ്, വിൻഡോ ഓപ്പണിങ്സും അങ്ങനത്തെ ഇതും അതുപോലെ ഇതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അതിനെ സെറ്റ് ആക്കാൻ പറ്റും. ഇനി സ്റ്റിഫ്നെസ്സിനെ എങ്ങനെയാ? ഒമേഗ n = √k/m ആണ്, നമുക്കറിയാം. അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്കറിയാം, മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ. നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n = √k/m. അപ്പൊ കണ്ടോ, ഈ k എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബിൽഡിങ്ങിനെ മൊത്തം മാസും അതിന്റെ താഴെയുള്ള കോളംസിനെ നമ്മൾ ഇറ്റ് ഈസ് എ മെമ്പർ ഹാവിങ് സ്റ്റിഫ്നെസ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് ഐഡിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ആ കോളത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോ ബീമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇതുപോലത്തെ ഒരു കാൻലിവർ ബീം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബ്രെഡ്ത്തും വിഡ്ത്തും ഒക്കെ നമുക്ക് വേരി ചെയ്താൽ പോരെ? മനസ്സിലായോ? നമുക്ക് ഒരു ഫേവറബിൾ ആവാനായിട്ട് അതിന്റെ വീതി, നീളം അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാം, നമുക്ക് ഡിസൈൻ ചെയ്യാം, പ്രോപ്പറായിട്ട് ഡൈനാമിക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതുപോലെ കണ്ടോ ഈ 3EI/L³ എന്നല്ലേ. അപ്പൊ അവിടെ ഈ ഇതിപ്പോ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഈ മാറുന്നില്ല, പക്ഷെ ഇത് ഡയമെൻഷൻസ് മാറ്റുമ്പോൾ ബീമിന്റെ അല്ലെങ്കിൽ കോളത്തിന്റെ ഒക്കെ ഡയമെൻഷൻസ് മാറ്റുമ്പോൾ, സ്പാൻ മാറ്റുമ്പോഴൊക്കെ ആക്ച്വലി യു ആർ ഫേവറിങ് ദി കേസ് സച്ച് ദാറ്റ് യുവർ നാച്ചുറൽ ഫ്രീക്വൻസി വിൽ ബി ഫാർ അവേ ഫ്രം ദി പോസിബിൾ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി. ഓർ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എർത്ത് ക്വേക്കിലൂടെ വരുമ്പോഴാണ് നമ്മൾ എർത്ത് ക്വേക്ക് എക്സൈറ്റിംഗ് ഫ്രീക്വൻസി പറയുക, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ലോഡ് അങ്ങനത്തേക്ക് വരുമ്പോൾ. ഇനി മെഷീൻ ഫൗണ്ടേഷൻസ്, മെഷീൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അല്ലേ പറയാം. അപ്പൊ ഫാനിനൊക്കെ അല്ലെങ്കിൽ ടർബൈൻസിന് അതൊക്കെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അപ്പൊ വെദർ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓർ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി, ഇറ്റ്സ് എനി ഓഫ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഷുഡ് ബി away from the natural frequency such that you can avoid the resonance. മനസ്സിലായോ? അപ്പൊ മനസ്സിലായില്ലേ? ഈ സ്റ്റിഫ്നെസിന്റെ ഈ സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റിഫ്നെസ്സിനെ നമ്മുടെ രീതിയിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് റെസൊണൻസിനെ ഒഴിവാക്കാൻ പറ്റും, മാസിനെ നമുക്ക് നമ്മുടെ രീതിയിൽ കൊണ്ടുവരാം, അപ്പൊ നമുക്ക് റെസൊണൻസ് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ ഡാമ്പേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അൺഫേവറബിൾ ഓസിലേഷൻസിനെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ ഡൈനാമിക് ഡിസൈൻ ചെയ്യാൻ പറ്റുക.
ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര പറഞ്ഞാൽ പോരെ ഇന്ന്? അപ്പൊ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നമ്മുടെ ഈ ടോപ്പിക് ഇനി നമ്മൾ കവർ ചെയ്യില്ലേ ഈ പ്രോബ്ലം. ജസ്റ്റ് നോട്ടിൽ ഞാൻ ഇതിന്റെ ആ ഒരു പിക്ചർ കറക്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നിർത്തിയാലോ? അപ്പൊ ഇത് നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു കേട്ടോ.